എല്ലാ പ്രേക്ഷകർക്കും ആരോഗ്യ ദർശനത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറേ എപ്പിസോഡുകളിൽ വിവിധ വിഷയങ്ങളെ അധികരിച്ചുകൊണ്ടാണ് ആരോഗ്യ ദർശനം മുൻപോട്ട് പോയത്. ഇപ്പോൾ നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ സംസാരിക്കുന്ന വിഷയം പൈൽസ്, അതേപോലെ ഫിസ്തുല, ഫിഷർ, ഈ ഒരു വിഷയങ്ങളെക്കുറിച്ചാണ്. നമുക്ക് നാട്ടുവൈദ്യങ്ങൾ ഒരുപാട് പരീക്ഷിക്കുന്ന ഒരു മേഖലയാണ് ഇത്. അത് എത്രത്തോളം പ്രാക്ടിക്കലാണ്, അല്ലെങ്കിൽ ഈ ഒരു അസുഖങ്ങൾക്ക് എത്രത്തോളം അത് ഗുണം ചെയ്യും, അതിനെന്തെങ്കിലും ദോഷഫലങ്ങളുണ്ടോ, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ആരോഗ്യ ദർശനത്തിൻ്റെ പുതിയ എപ്പിസോഡിൽ എത്തിയിട്ടുള്ളത് ഡോക്ടർ സോന വിജയൻ, അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജനറൽ സർജറി, ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ്. നമസ്കാരം. നമസ്കാരം. നമ്മൾ വളരെ വിശാലമായൊരു വിഷയമാണ്, പ്രത്യേകിച്ച് ഡോക്ടർക്ക് തന്നെ സുപരിചിതമായ ഒരു കാര്യമാണ്. നാട്ടുവൈദ്യം കൂടുതലുള്ളൊരു സംഭവമാണ് ഇത്, ഏരിയയാണ്. വയനാട്ടിൽ പ്രത്യേകിച്ചും അത്തരം സംഭവങ്ങളുണ്ട്. പക്ഷെ അത് എത്രത്തോളം ഗുണം അല്ലെങ്കിൽ ദോഷം, മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഒക്കെ നമുക്ക് ചർച്ച ചെയ്യാമല്ലോ, അല്ലേ? ശരിക്കും ഈ ഒരു അസുഖത്തിൻ്റെ സ്റ്റാർട്ടിങ് എങ്ങനെയാണ്, എന്തൊക്കെയാണ് ഇതിൻ്റെ ഒരു ലക്ഷണങ്ങൾ എന്നുള്ളത് വെച്ച് തുടങ്ങാം? പൊതുവേ മലദ്വാരത്തിലുള്ള അസുഖമാണ് ഫിഷർ, ഫിസ്റ്റുല, പൈൽസ് എന്നൊക്കെ പറയുന്നത്. നമ്മൾ പ്രോക്ടോളജിക്കൽ ഡിസീസസ് എന്നാണ് പറയാറുള്ളത്. അപ്പം പ്രധാനമായിട്ടും ഇതിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് രക്തസ്രാവമാണ്. പൈൽസാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള അസുഖം എന്ന് പറയുന്നത്, പൈൽസാണ്. ഫിഷറും ഉണ്ട്. അപ്പോൾ ഇതിലൊക്കെ രക്തസ്രാവം വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ലക്ഷണമാണ്. പിന്നെ നിർബന്ധമില്ല, ആണെന്ന് നിർബന്ധമില്ല. പിന്നെ അതുപോലെ തന്നെ വേദന, മലവിസർജന സമയത്തുള്ള വേദനകൾ, ഇത് ഫിഷറിൻ്റെ ലക്ഷണമാവാം. അല്ലെങ്കിൽ പൈൽസ് ചിലപ്പം ക്ലോട്ടായിട്ടുള്ള പൈൽസ് അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ്, ഇതിൻ്റെയൊക്കെ ലക്ഷണമാകാം. ഇതാണ് കോമൺ ആയിട്ട് കാണുന്നത്. പിന്നെ വളരെ കുറഞ്ഞ ആളുകൾക്ക് അവിടെ ചൊറിച്ചിലുണ്ടാവും, മലദ്വാരത്തിൻ്റെ ഭാഗത്ത് ചൊറിച്ചിലുകളുണ്ടാവും. ചിലപ്പോൾ എന്തെങ്കിലും ഒരു മുഴ പോലെ തള്ളി വരുന്നത് പോലെ തോന്നാം. ഇതൊക്കെയാണ് പൊതുവായിട്ട് കാണുന്ന ലക്ഷണങ്ങൾ. ഈ രക്തം വരുന്നതല്ലാതെ കുറച്ചും കൂടി ഇതാണ് എന്ന് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന ലക്ഷണം എന്ന് പറയുന്നത് ബ്ലീഡിങ് തന്നെയാണ്. പൊതുവെ വേദനാരഹിതമായിട്ടുള്ള ബ്ലീഡിങ് ആണ് പൈൽസിൽ കാണാറുള്ളത്. ഫിഷർ പോലുള്ള അവസ്ഥകളാകുമ്പോൾ വളരെയധികം വേദന ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് മലവിസർജന സമയത്ത് വളരെ കഠിനമായിട്ടുള്ള വേദന ഉണ്ടായിരിക്കും. ഇതാണ് കോമൺ ആയിട്ട് കാണുന്ന സിംപ്റ്റം എന്ന് പറയുന്നത്. അതെ. എത്രത്തോളം ഇതൊരു വരാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കോൺസ്റ്റിപ്പേഷൻ അഥവാ മലബന്ധം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. അത് ഈ കാലഘട്ടത്തിൽ കൂടുതലാണ് താനും. നമ്മുടെ ജീവിത രീതിയിലുള്ള വ്യത്യാസങ്ങൾക്കനുസരിച്ചിട്ടാണ് പ്രധാനമായും മലബന്ധം വരുന്നത്. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. നാരുകൾ വളരെ കുറഞ്ഞുള്ള ഭക്ഷണം കഴിക്കുക, അതുപോലെ മാംസാഹാരങ്ങൾ കൂടുതൽ കഴിക്കുക, വെള്ളം വളരെ കുറച്ച് കുടിക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ ഈ കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. അപ്പോൾ നമ്മൾ ഭക്ഷണ കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതിന് മുൻപ് ഇതിനൊരു പ്രതിവിധി, കാരണം കുറേ നീണ്ടു നിൽക്കുന്ന, കുറച്ച് സമയത്തേക്ക് നീണ്ടു നിൽക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. പിന്നെ പെട്ടെന്ന് മാറുന്ന സംഭവങ്ങളുണ്ട്. ഇതിനൊരു ചില ആളുകൾ പലപ്പോഴും വിമുഖത കാണിക്കാറുണ്ട് ഡോക്ടറുടെ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ട്. ഇത് എത്രത്തോളം കോൺസിക്വൻസസ് ഉണ്ടാക്കുന്നുണ്ട്? അത് സത്യം പറഞ്ഞാൽ കോംപ്ലിക്കേഷനുകൾ കൂടുതൽ ഉണ്ടാവാനൊരു കാരണം ഇത് തന്നെയാണ്. ആളുകൾക്ക് ഈ അസുഖം പുറത്ത് പറയാനുള്ള ഒരു വിമുഖത, അതേപോലെ ഡോക്ടറുടെ അടുത്ത് പോകാനുള്ള ഒരു ബുദ്ധിമുട്ട്, സ്വകാര്യ ഭാഗങ്ങളാണ്, വേറൊരാളെ കാണിച്ചു കൊടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് പൊതുവേ കുഴപ്പമില്ല, വേദനയില്ലാത്ത ബ്ലീഡിംഗ് ഒക്കെയാണ്, വേദനയില്ല, കുഴപ്പമില്ല, ഞാൻ കുറച്ചുകൂടെ നോക്കാം, എന്നിട്ട് പോകാം, അല്ലെങ്കിൽ വല്ല നാട്ടുവൈദ്യം കാണിച്ചു നോക്കാം, ഇങ്ങനെയുള്ളതൊക്കെയാണ് ആളുകളുടെ പൊതുവായിട്ടുള്ള ചിന്താഗതി. പക്ഷേ ആദ്യത്തെ സ്റ്റേജിൽ തന്നെ നമ്മൾ കണ്ടുപിടിച്ച് ചികിത്സിക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ കോംപ്ലിക്കേഷനുകൾ ഇല്ലാതെയും വലിയ സർജറികളിലോട്ടൊന്നും പോകാതെയും നമുക്ക് ചിലപ്പോൾ അത് നിയന്ത്രിച്ച് നിർത്താൻ പറ്റും. പക്ഷേ ഇത് വെച്ചുകൊണ്ടിരുന്ന് കുറേ കാലം കഴിഞ്ഞ് തീരെ പറ്റാത്തൊരവസ്ഥ വരുമ്പോഴാണ് ഡോക്ടറെ അടുത്ത് പോകുന്നത്. ആ സമയത്ത് നമുക്ക് മാനേജ് ചെയ്യാൻ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ്. അപ്പം പിന്നെ പൊതുവേ ആളുകൾ, സ്ത്രീകൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോകാൻ, പൊതുവെ സർജൻസ് എന്ന് പറയുന്നത് മെയിൽസ് ആയിരിക്കും. അപ്പം അങ്ങനെ ആൾക്കാരുടെ അടുത്ത് പോകാനും ഉള്ളൊരു ബുദ്ധിമുട്ട്. ഇത് ഈ കുറച്ചു കാലം ഡോക്ടറെ ഒന്നും കാണിക്കാതെ കൊണ്ട് നടന്ന് വരുമ്പോൾ ഉണ്ടാകുന്ന മറ്റു പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഉണ്ടാവാറുള്ളത്? വലുപ്പം പൈൽസൊക്കെ ആണെന്നുണ്ടെങ്കിൽ വലുപ്പം കൂടുതലായിരിക്കും. അപ്പോൾ വലിയ പൈൽസുകൾ, നമുക്ക് പലതരം ഗ്രേഡുകളുണ്ട്. ഗ്രേഡ് 1 മുതൽ 4 വരെയുണ്ട്. അപ്പം കാലങ്ങൾ കഴിയുന്നതിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് എടുക്കാതെയൊക്കെ ഇരിക്കുന്ന സമയത്ത് ഈ ഗ്രേഡ് കൂടി വരും. അപ്പോൾ ആ ഗ്രേഡ് 4 ഒക്കെ ആയി കഴിയുമ്പോൾ, അതായത് കംപ്ലീറ്റ് പുറത്തോട്ട് വന്നിരിക്കുന്ന പൈൽസിനാണ് ഗ്രേഡ് 4 എന്ന് പറയുന്നത്. അതായത് തിരിച്ചകത്തോട്ട് കയറി പോകാതെ മുഴയായി പുറത്തോട്ട് തള്ളി വരുന്ന പൈൽസിനെയാണ് ഗ്രേഡ് 4 എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരമുള്ള അവസരങ്ങളിൽ അതിലൊക്കെ ബ്ലീഡിംഗ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൺട്രോൾ ചെയ്യാനും ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനും ഇത്തിരി ബുദ്ധിമുട്ടാണ്. ക്യാൻസർ പോലെയുള്ള കുറച്ച് അതുകൊണ്ട് ക്യാൻസർ, പൈൽസ് പൊതുവെ ക്യാൻസറായിട്ട് മാറാറില്ല. പക്ഷേ വളരെ കുറഞ്ഞ
ശതമാനം ആൾക്കാരിൽ ചിലപ്പോൾ ക്യാൻസർ കാണാം അതിൽ. പക്ഷേ മലദ്വാരത്തിൽ നിന്ന് വരുന്ന ബ്ലീഡിങ്, രക്തസ്രാവം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും പൈൽസ് ആയിക്കൊള്ളണമെന്നില്ല. അതായിരിക്കാം ചിലപ്പോൾ കുടലിൻ്റെ ക്യാൻസറിൻ്റെയൊക്കെ ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഈ മലദ്വാരത്തിലൂടെ വരുന്ന ബ്ലീഡിങ് ആയിരിക്കും. അപ്പോൾ ആളുകൾ വിചാരിക്കും ഓക്കെ ഇത് പൈൽസാണ്, കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പൊക്കോട്ടെ എന്ന് വിചാരിക്കും. പക്ഷേ അത് ചിലപ്പോൾ ക്യാൻസർ ആയിരിക്കാം. നമ്മൾ കൃത്യമായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തില്ല അല്ലെങ്കിൽ പരിശോധനകൾ നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വളരെ ചെറിയ ട്രീറ്റ്മെൻറ്റുകൾ കൊണ്ട് അല്ലെങ്കിൽ ഏർലി സ്റ്റേജിൽ നമ്മൾ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാൻസറുകളൊക്കെ കുറച്ച് മുന്നോട്ടുള്ള സ്റ്റേജിലോട്ട് മാറാനൊക്കെ സാധ്യതയുണ്ട്. അങ്ങനെ കാണാറുണ്ട്. ഇത് ഏത് എക്സാമിനേഷനിലൂടെയാണ് ഇത് കറക്റ്റ് പൈൽസ് ആണ് എന്ന് തിരിച്ചറിയുന്നത്? നമ്മൾ മലദ്വാരം പരിശോധിക്കുന്ന രീതിയാണ്. നമ്മൾ ഒ പിയിൽ വന്ന് നമുക്ക് ഒ പി പ്രൊസീജിയറായിട്ട് പ്രോക്ടോസ്കോപ്പി എന്ന് പറഞ്ഞ ടെസ്റ്റ് നമുക്ക് ചെയ്ത് നോക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൽ നമുക്ക് എന്തെങ്കിലും സംശയം തോന്നുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൊളോണോസ്കോപ്പി, അതായത് മലദ്വാരം വഴി നമ്മളൊരു ട്യൂബ് അകത്തോട്ടിട്ട് കുടൽ മുഴുവൻ പരിശോധിക്കുന്ന ഒരു രീതി, ക്യാമറ വഴി നമുക്ക് കാണാൻ പറ്റുന്ന കൊളോണോസ്കോപ്പി ചെയ്ത് നോക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മുഴകളോ അല്ലെങ്കിൽ ക്യാൻസർ പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. ഇത് കുരു പോലെ തന്നെയുള്ള രൂപത്തിലാണ് വരിക? പല രീതിയിലുണ്ട്. അല്ല, ഇത് ചില ആളുകൾ പറയുന്നേക്കാം ഒന്നല്ല പല കുരുകളായിട്ട് കുറെ ഉണ്ടെന്ന്. ഈ ഒരു സ്റ്റേജിലേക്കൊക്കെ വരാനുള്ള ഒരു കാരണം അത് അറിയണമെന്നുണ്ടെങ്കിൽ എന്താണ് പൈൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയാൻ പറ്റുകയുള്ളൂ. അപ്പം നമ്മുടെ ദഹന വ്യവസ്ഥയുടെ ഏറ്റവും അവസാനത്തെ ഭാഗമാണ് മലദ്വാരം അഥവാ ആനസ് എന്ന് പറയുന്നത്. അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് മലം വന്ന് സ്റ്റോർ ചെയ്ത് വെക്കുന്നൊരു സ്ഥലമുണ്ട്, മലാശയം അല്ലെങ്കിൽ റെക്റ്റം എന്ന് പറയും. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലായിട്ട് ആനൽ കനാൽ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അപ്പോൾ അവിടെ ചെറിയ ചെറിയ തടിപ്പുകളുണ്ട്. നോർമലി എല്ലാ മനുഷ്യരിലും ഉണ്ടാകുന്ന ചെറിയ തടിപ്പുകൾ പല ഭാഗങ്ങളിലായിട്ടുള്ള തടിപ്പുകളുണ്ട്. പൊതുവെ 3 ഭാഗങ്ങളിലായിട്ടാണ്. നമ്മളൊരു മലദ്വാരം ഒരു ക്ലോക്കിൻ്റെ പൊസിഷനിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ 3, 7, 11 ഈ പൊസിഷനുകളിലാണ് കോമൺ ആയിട്ട് ഈ മുഴകൾ കാണുന്നത്. അതിന് ആനൽ കുഷൻസ് എന്നാണ് പറയുന്നത്. അപ്പം അതിനകത്ത് ഒരു സത്യം പറഞ്ഞൊരു ബാഗ് ഓഫ് ബ്ലഡ് വെസൽസ് ആണ്, രക്തക്കുഴലുകളുടെ ഒരു കൂട്ടമാണ് ഈ ആനൽ കുഷൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ വേറെ കുറച്ച് കോശങ്ങളും കൂടെ അല്ലെങ്കിൽ ടിഷ്യൂ കൂടെ ഉണ്ട്. അപ്പോൾ ഇത് നമ്മുടെ സാധാരണഗതിയിൽ മലം പിടിച്ചു നിർത്താനുള്ള കപ്പാസിറ്റിയെ എയ്ഡ് ചെയ്യുന്നത്, അതിൽ അങ്ങനെ പിടിച്ചു നിർത്താൻ സഹായിക്കുന്ന ഒരു സാധനമാണ് ഈ ഏനൽ കുഷൻസ് എന്ന് പറയുന്നത്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി, അതായത് എല്ലാ സമയത്തും മലം പോകുന്നില്ല, നമുക്കിഷ്ടമുള്ള സമയത്ത് മാത്രം, നമുക്ക് സാഹചര്യം സന്ദർഭം നോക്കി മാത്രമേ നമുക്ക് മലവിസർജനം നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ അതിനെ സഹായിക്കുന്ന ഒരു ഓർഗൻ അല്ല, ഒരു ഭാഗമാണ് ഈ ഏനൽ കുഷൻസ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ വളരെ മുക്കിയും മൂളിയും വയറ്റിന്ന് പോകുന്ന ഒരു അവസ്ഥ, സ്ട്രെയിൻ ചെയ്ത് വയറ്റിന്ന് പോകുന്ന ഒരു മലവിസർജനം നടത്തുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്ന സമയത്ത് ഇത് വലുതാകുകയും വികസിക്കുകയും ചിലപ്പോൾ അത് താഴേക്ക് തള്ളി വരികയും ചെയ്യും. ഇതിനെയാണ് നമ്മൾ പൈൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 2-3 ഭാഗങ്ങളിലായിട്ട് ഒരു ബാഗ് പോലെ ഇരിക്കുന്ന സാധനമാണ് ഈ ആനൽ കുഷൻസ് എന്ന് പറയുന്നത്. അപ്പം പൈൽസ് എന്ന് പറയുന്നത് ഇതേപോലെ പല ഭാഗങ്ങളിലായി ചെറിയ ഉണ്ടകളായിട്ട് പുറത്തോട്ട് തള്ളി വരുന്ന, കുരു പോലെ പുറത്തോട്ട് തള്ളി വരുന്നതായിട്ടാണ് കാണാറുള്ളത്. അപ്പോൾ എല്ലാ സ്റ്റേജുകളിലും ഈ കുരുവായിട്ട് പുറത്തോട്ട് വരണമെന്നില്ല. അപ്പോൾ ആദ്യത്തെ പൈൽസിന് 4 ഗ്രേഡ് ഉണ്ടെന്ന് പറഞ്ഞു. ആദ്യത്തെ ഗ്രേഡിലാണെന്നുണ്ടെങ്കിൽ ഇത് പുറത്തോട്ട് തള്ളി വരില്ല, നമുക്ക് കാണാൻ പറ്റില്ല. ബ്ലീഡിംഗ് ഒക്കെ മാത്രം, അല്ലെങ്കിൽ ചിലപ്പോൾ ചെറുതായിട്ട് ചൊറിച്ചിലുണ്ടാവും, മലദ്വാരത്തിൻ്റെ ഭാഗങ്ങളിൽ ചൊറിച്ചിലുണ്ടാവും, ഇതൊക്കെ മാത്രമേ കാണുകയുള്ളൂ. ഗ്രേഡ് 2 എന്ന് പറയുമ്പം അത് കുറച്ചുകൂടെ പുറത്തോട്ട് വരും, നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും, ആൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും ഇങ്ങനെ ഒരു സാധനം കുരു പോലെ പുറത്തോട്ട് വരുന്നുണ്ട്. പക്ഷെ അത് മലവിസർജനം കഴിയുമ്പോഴത്തേക്കും താനേ അകത്തോട്ട് കയറിപ്പോവും. ഗ്രേഡ് 3 എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പുറത്തോട്ട് ഈ കുരു പോലെ തള്ളി വരും, പക്ഷേ രോഗിക്ക് അത് കൈ വെച്ച് അകത്തോട്ട് തള്ളി വെക്കേണ്ട ഒരു അവസ്ഥ വരും. ഗ്രേഡ് 3 എന്ന് പറയുമ്പോൾ. ഗ്രേഡ് 4 എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് പുറത്തോട്ട് വന്നു, പക്ഷെ എങ്ങനെ വിചാരിച്ചാലും അകത്തോട്ട് കയറ്റി വെക്കാൻ പറ്റത്തില്ല, അത് പുറത്ത് തന്നെ ഇരിക്കും. പിന്നെ അതിന് ബ്ലീഡിങ്ങും അവിടെ അൾസറായിട്ടും മുറിവായിട്ടും ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അത് വളരെ പെയിൻഫുൾ ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. ഈ ഇങ്ങനെ ഒരു അസുഖം വന്നത് കാണിക്കാതിരിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ഡോക്ടർ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വിമുഖത, ഇത്തരം ആളുകളിൽ അതുമായി ബന്ധപ്പെട്ട് വേറെ എന്തെങ്കിലും ഇഷ്യൂസ് വരാൻ സാധ്യത ഉണ്ടോ? ഇത് മാത്രമല്ല, ഇത് ഉള്ളത് കൊണ്ട് എന്തെങ്കിലും അതിന്റെ സൈഡ് എഫക്ട്സ് ആയിട്ട് ഒന്നുമില്ല. ബ്ലീഡിങ് അല്ലെങ്കിൽ ഇൻഫെക്ഷൻ വരാം, ഇത് വലുതാവാം. ഞാൻ ചോദിക്കുന്നത് ഫീവർ പോലെ അങ്ങനെ എന്തെങ്കിലും. അത് ഇൻഫെക്ഷൻ ആയി കഴിഞ്ഞാൽ, അതായത് ഇങ്ങനെയുള്ള പൈൽസ് ഇൻഫെക്ഷൻ ആയി കഴിഞ്ഞാൽ, പൊതുവേ ഈ ഗ്രേഡ് 4 ആയിട്ടുള്ള പൈൽസ് അത് ഇൻഫെക്ഷൻ ആയി കഴിഞ്ഞാൽ ലിവറിനെ ബാധിക്കാനുള്ള, ലിവറിൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. കാരണം അവിടെ പറഞ്ഞല്ലോ ഒരു രക്തക്കുഴലുകളുടെ കൂട്ടമാണ്, അപ്പോൾ അത് ലിവറിലെ ബ്ലഡ് സപ്ലൈ ആയിട്ടും ഒരു കണക്ഷൻ ഉണ്ട്. അപ്പോൾ അവിടെ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ലിവറിൽ ഇൻഫെക്ഷൻ വരെ ബാധിക്കാനുള്ള സാഹചര്യമുണ്ട്. പക്ഷെ അതൊക്കെ വളരെ റെയറാണ്. പ്രധാനപ്പെട്ട പ്രശ്നം നമുക്ക് ചിലപ്പോൾ ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല.
അപ്പോൾ പൊതുവേ ഇപ്പോൾ കുറച്ച് പ്രായമായ ആളുകളിലൊക്കെയാണ് കാണുന്നത്. അതേപോലെ ഹാർട്ടിന് അസുഖമുള്ള ആളുകൾ, എക്കോസ്പിരിൻ, ക്ലോപ്പിഡോഗ്രൽ പോലുള്ള മരുന്നുകളൊക്കെ കഴിക്കുന്ന ആളുകൾ, ഇവർക്കൊക്കെ ഇതുപോലുള്ള ബ്ലീഡിംഗ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ നിയന്ത്രിച്ച് നിർത്താൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. അത് വളരെ അപകടകരമായ അവസ്ഥയിലോട്ട് വരെ പോകാറുണ്ട്. പിന്നെ വളരെ കുറേ കാലങ്ങളിൽ വർഷങ്ങളായിട്ട് ഈ ബ്ലീഡിംഗ് ഉള്ള ആൾക്കാരുണ്ടായിരിക്കും. അവർ ആരും കാണിക്കാതെ വെക്കും. കുറച്ചായിട്ട് ദിവസവും ഇച്ചിരി ബ്ലഡ് പോയി കഴിഞ്ഞാൽ അവസാനം അനീമിയയിലോട്ടും അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങളിലോട്ടൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. ഈ സർജറി ആണ് എല്ലാവരും പ്രശ്നമായിട്ട് കാണാറുള്ളത്. സർജറി അല്ലാതെ മെഡിസിൻ കൊണ്ട് തന്നെ മാറാൻ അതിനൊരു സമയം എത്രയുണ്ട്? അത് ഗ്രേഡ് 1, ഗ്രേഡ് 2, അതായത് അധികം വലുതാവാത്ത പൈൽസിനൊക്കെ നമുക്ക് മരുന്നുകൾ വെച്ചിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും. കൺട്രോൾ ചെയ്തിട്ടും അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്ത് നിയന്ത്രിച്ച് നിർത്താൻ നമുക്ക് പറ്റും. 100% മാറുമെന്ന് പറയാൻ പറ്റില്ല. ഗ്രേഡ് 1 ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് മാറ്റിയെടുക്കാം. മെഡിസിനിൽ മാറ്റം. മെഡിസിൻ മാത്രമല്ല, ഇതിൻ്റെ മേജർ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ജീവിത രീതിയിലുള്ള വ്യത്യാസങ്ങളാണ്. അപ്പം മരുന്നാണെന്നുണ്ടെങ്കിലും സർജറി ആണെന്നുണ്ടെങ്കിലും ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ അസുഖം മാറും എന്നുള്ളൊരു ധാരണ ശരിക്കും തെറ്റാണ്. കാരണം ഇത് രക്തക്കുഴലുകളാണ്, അത് വീണ്ടും വളർന്നു വലുതാവാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സർജറി എപ്പോഴും കുറച്ച് കോംപ്ലിക്കേഷൻ ആണ്, അല്ലെങ്കിൽ അതിന് ശേഷം പല ആളുകൾക്കും ഒരു ഭയം അതാണ്. പ്രത്യേകിച്ച് ഏറ്റവും എസ്പെഷ്യലി ആയിട്ടുള്ള ഒരു പ്ലേസ് കൂടിയാണല്ലോ. അപ്പോൾ കോംപ്ലിക്കേഷൻ ആണോ ശരിക്കും സർജറി? അങ്ങനെയൊന്നുമില്ല. കാരണം പലതരത്തിലുള്ള സർജറികൾ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ്. ഓപ്പൺ സർജറി ഉണ്ട്, അല്ലാതെ സ്റ്റേപ്ലർ സർജറി ഉണ്ട്, ലേസർ ഉണ്ട്, ഇഞ്ചക്ഷൻ ചെയ്യുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മൾ രോഗിയുടെ അവസ്ഥ എങ്ങനെയൊക്കെയാണ്, ഏത് ഗ്രേഡിലാണ് പൈൽസ് ഉള്ളത്, രോഗിയുടെ ബാക്കിയുള്ള അസുഖങ്ങൾ, ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ കോംപ്ലിക്കേഷനുകൾ അത്രയ്ക്കും അധികമൊന്നും ഇല്ല. ഇതിപ്പോൾ ചെയ്യാതെ വെച്ചുകൊണ്ടിരുന്ന് കോംപ്ലിക്കേഷൻ ആവുന്നതിനെക്കാട്ടിലും സർജറി ചെയ്യുന്നത് തന്നെയാണ് എപ്പോഴും ഉചിതം. ഈ നാട്ടുവൈദ്യത്തിലേക്ക് കുറെ ആളുകൾ നമ്മുടെ ഗ്രാമീണ ജീവിതങ്ങളൊക്കെ പലരും ഉണ്ട്. നാട്ടുവൈദ്യര് കെട്ടിക്കുക എന്ന് പറയും, അങ്ങനെ കുറെ കാര്യങ്ങൾ. ഇതൊക്കെ ഡോക്ടർ കേട്ട എക്സ്പീരിയൻസ് ഉണ്ടാവും. കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. രോഗികൾ ഇതൊക്കെ കഴിഞ്ഞ് കോംപ്ലിക്കേഷനുകളായിട്ട് വരുന്ന ആൾക്കാരുണ്ട്. അത് എത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്? അത് വളരെയധികം പ്രശ്നമുള്ള കാര്യം തന്നെയാണ്. ഒന്നാമത്തെ കാര്യം, പലരും ഇതൊന്നും പരിശോധിച്ച് നോക്കുന്നില്ല. നാട്ടുവൈദ്യത്തിൽ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഓക്കെ, സിംറ്റം ഉണ്ട്, ബ്ലീഡിംഗ് ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും പുറത്തോട്ട് തള്ളി വരുന്നുണ്ട്, അത് പൈൽസ് ആണെന്ന് അങ്ങ് വിചാരിച്ച് അങ്ങ് ട്രീറ്റ്മെന്റ് ചെയ്യാണ് പൊതുവെ ചെയ്യുന്നത്. ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടർ പരിശോധിച്ച് നോക്കുന്ന രീതിയിൽ എന്തായാലും നാട്ടുവൈദ്യർ ഇല്ല, തീർച്ചയായും ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മുമ്പ്, ക്യാൻസർ പോലുള്ള അസുഖങ്ങളും ചിലപ്പോൾ ഇതേ സിംറ്റംസ്, ഇതേ ലക്ഷണങ്ങൾ കാണിച്ചെന്നിരിക്കാം. അപ്പോൾ അതിന് ട്രീറ്റ് ചെയ്യാതെ പൈൽസ് ആണെന്ന് മാത്രം വിചാരിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നവരുണ്ട്. പിന്നെ ഈ കെട്ടുക എന്ന് പറഞ്ഞാൽ കാര്യങ്ങളൊക്കെ, അത് നമ്മൾ സ്റ്റെറൈലായിട്ട്, അതായത് അണുവിമുക്തമാക്കാത്ത രീതിയിലുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇമേൽ പറഞ്ഞ പോലെ ഇൻഫെക്ഷനുകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്ലേസ് കൂടിയാണ്. അതെ, അപ്പോൾ ഇൻഫെക്ഷനൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അതിനെ മാനേജ് ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ ആധുനിക ചികിത്സാ സൗകര്യങ്ങളൊക്കെ വന്നത് അപ്പോൾ എത്രത്തോളം കുറച്ചും കൂടി എന്താ പറയാ, ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും പെട്ടെന്ന്. ട്രീറ്റ്മെൻറ്റുകൾ നമുക്ക് പല രീതിയിൽ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ ആദ്യം നമ്മൾ സർജറികൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പൺ സർജറിയാണ് പണ്ടുകാലം മുതലേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്ലാസിക് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഓപ്പൺ സർജറിയാണ്. മില്ലിഗൻ മോർഗൻ സർജറി എന്നൊക്കെ പറയും. അപ്പോൾ അതെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആനൽ കുഷൻസ്, പൈൽ മാസ് അല്ലെങ്കിൽ ആനൽ കുഷൻ എന്ന് പറയുന്ന ആ ഭാഗത്തിന് നമ്മൾ മുഴുവനായും കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്, മുറിച്ചെടുത്ത് കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമുക്ക് അവിടെ ഒരു മുറിവുണ്ടാകും, മലദ്വാരത്തിനകത്തും പുറത്തുമായിട്ട് മുറിവുകളുണ്ടാകും. അത് നമുക്ക് തുന്നി വെക്കാൻ പറ്റില്ല. അത് അവിടെ മലം വരുന്ന വഴി ആയതുകൊണ്ട് അവിടെ നമ്മൾ തുന്നി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ ഇൻഫെക്ഷൻ ആവുന്നതും പിന്നീട് അത് പഴുപ്പാവുകയും ഫിസ്റ്റിലാവുകയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് തുറന്നു വെക്കും. അത് ഉണങ്ങി വരാൻ ഒരു 2-3 ആഴ്ച എടുക്കും. വളരെ ഫലപ്രദമായ ട്രീറ്റ്മെൻ്റ് ആണ്. പക്ഷേ ഒരു 3 ആഴ്ചയൊക്കെ ഇവിടെ ഒരു മുറിവും വെച്ചുകൊണ്ട് ആൾക്കാർ നടക്കേണ്ടി വരും. അതുകൊണ്ടാണ് പലരും സർജറിയിലോട്ട് പോകാൻ വിമുഖത കാണിക്കുന്ന ഒരു കാരണം. പക്ഷേ നമുക്കിപ്പം നൂതനമായ വേറെ ചികിത്സാ രീതികളുണ്ട്. അതിലൊന്നാണ് സ്റ്റേപ്ലർ ഹെമറോയിഡക്ടക്സി എന്ന് പറയും. അപ്പോൾ അതിൽ നമ്മൾ ഒരു സ്റ്റേപ്ലർ വെച്ചിട്ട് മലദ്വാരത്തിനകത്ത് മുറിവുകളില്ലാത്ത രീതിയിൽ ഈ പൈൽസിനെ റിമൂവ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അത് രോഗിയുടെ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. വലിയ പൈൽസ് പോലും, അതായത് ഗ്രേഡ് 4 പൈൽസ് പോലും നമുക്ക് ചിലപ്പോൾ അത് വെച്ചിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ വേദന അധിക സമയമൊന്നുമില്ല, 1/2 മണിക്കൂറുകളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സർജറിയാണ്. അവർക്ക് കൂടുതൽ ഇഷ്യൂസ് ഇല്ല, അത് വേദന കുറവായിരിക്കും, മുറിവുണ്ടായിരിക്കില്ല. അപ്പോൾ ഒരു 2-3 ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് നമുക്ക് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും. നോർമൽ അവസ്ഥയിൽ 2-3 ദിവസം കൊണ്ട് നോർമലായിട്ട് അവരുടെ ജീവിത രീതിയിലേക്ക് പോകാനും പറ്റും, നോർമൽ റുട്ടീൻ ആക്ടിവിറ്റീസിലോട്ട് പോകാനും പറ്റും.
പിന്നെ അടുത്തതാണ് ലേസർ സർജറി. ഏറ്റവും പുതിയ എഡിഷനാണ് ലേസർ സർജറി എന്ന് പറയുന്നത്. അത് ഈ എല്ലാ സർജറിയെ വെച്ച് നോക്കുമ്പോൾ വേദന ഏറ്റവും കുറവുള്ള കാര്യമാണ്. അതേപോലെ ചിലപ്പോൾ അന്നോ അല്ലെങ്കിൽ പിറ്റേ ദിവസം തന്നെ നമുക്ക് പേഷ്യൻറ്റിനെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും. അടുത്ത ദിവസം തന്നെ അവർക്ക് അവരുടെ ജോലിയിലോട്ടൊക്കെ കയറാൻ പറ്റും. അപ്പോൾ ഈ 3 ആഴ്ച എന്നുള്ള 2 ആഴ്ച മുതൽ 3 ആഴ്ചയുള്ള മുറിവ് അല്ലെങ്കിൽ ഉണക്കാനുള്ള സമയം എന്നുള്ളതൊക്കെ ഇപ്പോൾ കുറഞ്ഞു. 2 ദിവസം 3 ദിവസം കൊണ്ട് നമുക്ക് നോർമലായിട്ട് പോകാനുള്ള ഒരു രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ഇതിൻ്റെ കോസ്റ്റ് ഒക്കെ ഏകദേശം എക്സ്പെൻസീവ് ആണോ ഈ ലേസർ ഒക്കെ വരുന്നത്? ഒരുപാട് എക്സ്പെൻസ് ഒന്നുമില്ല. കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് ഓപ്പൺ സർജറിയുടെ അതേ കാശിൽ തന്നെ നമുക്ക് ലേസറിലേക്കും പോകാൻ പറ്റും. അത് ആളുകൾക്ക് ഒരു സംശയം ഉണ്ട്. അതെ, തീർച്ചയായും വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ഒന്നും അല്ല. ഇപ്പോൾ അത് വളരെ കോമൺ ആയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ആശുപത്രികളിൽ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് സാധാരണ ഓപ്പൺ സർജറി എത്രയാണോ അതേ ചാർജ് തന്നെ, ഏതാണ്ട് അത്രയും ചാർജ് തന്നെ മാത്രമേ ലേസറിന് ഉണ്ടാവുകയുള്ളൂ. ഇത്തരം ലക്ഷണങ്ങൾ കണ്ടാൽ എത്രയും പെട്ടെന്ന് ഡോക്ടറെ സമീപിക്കുക എന്നുള്ളതാണ്. തീർച്ചയായും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അത് പൈൽസ് ആണോ ഒന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അത് കൃത്യമായിട്ട് നമ്മൾ പരിശോധന നടത്തി കഴിഞ്ഞാൽ മാത്രമേ ഉറപ്പ് പറയാൻ പറ്റുകയുള്ളൂ. ഈ പൈൽസ്, ഫിഷർ, ഫിസ്തുല ഇതൊക്കെ ഏകദേശം ബന്ധപ്പെട്ട് കിടക്കുന്ന അസുഖങ്ങളാണ്. പക്ഷേ എല്ലാം വ്യത്യാസമുള്ള അസുഖങ്ങളുമാണ്. ഈ ഫിഷർ എന്ന് പറയുന്നത് ഈ മലദ്വാരത്തിന്റെ ഭാഗത്തുണ്ടാകുന്ന ചെറിയ മുറിവുകളാണ്. അത് അതിനെയും പ്രധാനപ്പെട്ട കാരണം മലബന്ധം തന്നെയാണ്. അപ്പോൾ നല്ല കട്ടിയുള്ള മലദ്വാരത്തിലൂടെ ഇറങ്ങുന്ന സമയത്ത് അവിടെ മുറിവുകൾ ഉണ്ടാവുകയും അവിടെ നിന്ന് ബ്ലീഡിങ് ഉണ്ടാവുകയും ചെയ്യും. അപ്പം അത് പക്ഷേ വളരെയധികം പെയിൻഫുൾ ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. അപ്പം ഓരോ തവണ മലവിസർജനം നടത്തുമ്പോഴും ഈ മുറിവിൻ്റെ ആഴം കൂടുകയും ബ്ലീഡിങ് കൂടുകയും ചെയ്യും, അത് ഉടങ്ങാതിരിക്കുകയും ചെയ്യും. അപ്പം അതിന് നമുക്ക് മരുന്നുകളുണ്ട്. ഇനീഷ്യലി നമ്മളൊരു 1-2 ആഴ്ച മരുന്നുകൾ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കും. അപ്പോൾ ഒരുപാട് പേർക്ക് ആ ഒരു മരുന്ന് വെച്ചാൽ തന്നെ അസുഖം മാറാറുണ്ട്. പിന്നെ വളരെ കുറഞ്ഞ ശതമാനം ആൾക്കാർക്ക് നമ്മൾ മരുന്ന് കൊണ്ടുള്ള മാനേജ്മെൻറ്റ് കൊണ്ട് മാറാറില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് നമുക്ക് സർജറിയിലോട്ട് പോകും. അത് വളരെ സിമ്പിളായിട്ടുള്ളൊരു സർജറിയാണ്. ലാറ്ററൽ സ്ഫിങ്ക്ട്രോട്ടമി എന്ന് പറയും. ഒരു 10-15 മിനിറ്റിൻ്റെ സർജറിയേ ഉള്ളൂ. അതും വലിയ മുറിവുകളൊന്നും ഉണ്ടാവില്ല. പിന്നെ അത് തിരിച്ചു വരാനുള്ള സാധ്യതയും വളരെ കുറവാണ്. പൈൽസ് പോലല്ല, ഫിഷർ നമ്മൾ സർജറി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ഫിസ്റ്റുല കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു അസുഖമാണ്. അത് പൊതുവെ ആളുകൾ ഇതേപോലെ നേരത്തെ ഡോക്ടറെ കാണിക്കാതിരിക്കുന്നതുകൊണ്ടുള്ളൊരു പ്രശ്നമാണ്. സിമ്പിൾ ഫിസ്റ്റുലകളുണ്ട്, കോംപ്ലിക്കേറ്റഡ് ഫിസ്റ്റുലകളുണ്ട്. അപ്പം സിമ്പിളായി തുടങ്ങിയ ഒരു ഫിസ്റ്റുല ട്രീറ്റ്മെൻ്റ് ഒന്നും എടുക്കാതെ ആരെയും കാണിക്കാതെ വീണ്ടും വീണ്ടും ഇൻഫെക്ഷൻ വന്ന് കോംപ്ലിക്കേറ്റഡ് ആവാനുള്ള സാധ്യതകളും ഉണ്ട്. ഇപ്പോൾ ലേഡീസ് ആണ് ഈ കാര്യത്തിൽ അല്ലേ കുറച്ച് ആളുകളെ ഡോക്ടറെ കാണിക്കാൻ ഒരു വിമുഖത. ഇപ്പൊ ലേഡി ഡോക്ടേഴ്സും ശരിക്കും മൂപ്പൻസിലുണ്ട്. നിങ്ങളുടെ ഒരു ടീം ഇപ്പൊ ശരിക്കും ലേഡീസ് ഉണ്ട്. ഞങ്ങൾ 3 ഡോക്ടേഴ്സ് ഉണ്ട്. അത് എല്ലാ ദിവസങ്ങളിലും ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് വന്ന് കാണിക്കാനുള്ള സാഹചര്യമുണ്ട്. ഫീമെയിൽസിന് വരാനുള്ള മടി ഉണ്ടാവണ്ട, കാരണം ലേഡി ഡോക്ടേഴ്സ് കോമൺ ആണ്. പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ട് വളരെ കോമൺ ആയിട്ട് കാണും. ഫിഷറും പൈൽസും ഒക്കെ വളരെ കോമൺ ആയിട്ട് കാണാം. പ്രഗ്നൻസി തന്നെ ചിലപ്പോൾ ഒരു റിസ്ക് ഫാക്ടറായിട്ട് വരാറുണ്ട്. അപ്പം അതിന് നമ്മളിവിടെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ സുസജ്ജമാണ്. എല്ലാ കാര്യങ്ങളും ഉണ്ട്. ലേസർ സർജറിയും അതേപോലെ തന്നെ സ്റ്റേപ്ലർ സർജറിയും ഒക്കെ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ചില പേഷ്യൻസിന് ഓപ്പൺ സർജറി വേണ്ടി വരും, അതും ചെയ്യാം. എല്ലാം രോഗിക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ. ലേസർ ചികിത്സ അടക്കം ഉണ്ട്. തീർച്ചയായും ഉണ്ട്. ഇപ്പോൾ ഏതായാലും വളരെ വിശാലമായ നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ടുള്ള ഒരു അസുഖമായിട്ടാണ് പലപ്പോഴും ഇത് മാറാറുള്ളത്. ജീവിതശൈലി തന്നെ കുറേ മാറ്റം വരുത്തേണ്ടതുണ്ട്. തീർച്ചയായും നമ്മൾ എന്ത് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ചികിത്സ എന്ന് പറയുന്നത് ജീവിതശൈലിയിൽ ചേഞ്ചസ് വരുത്തുക എന്നുള്ളതാണ്. അതേപോലെ നാരുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുക. നോൺ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ കഴിക്കാതിരിക്കത്തൊന്നുമില്ല. അളവ് കുറയ്ക്കുക. ഇനി അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന നോൺ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുന്ന ദിവസങ്ങളിൽ സന്ദർഭങ്ങൾ കൂടുതൽ പച്ചക്കറികൾ അതിൻ്റെ കൂടെ കഴിക്കുക. വെള്ളം നല്ലപോലെ കുടിക്കുക. ഇതൊക്കെയാണ് നമുക്ക് ഒരു ജീവിതശൈലിയിൽ മാറ്റം വരുത്താവുന്ന കാര്യങ്ങൾ. അത് സർജറി ചെയ്താലും മരുന്നുകൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിലും ഇതിലും കൂടെ മാറ്റങ്ങൾ വരുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അസുഖം മാറാനുള്ള സാധ്യത കുറവാണ്. വീണ്ടും വരാനുള്ള സർജറി ആണെങ്കിൽ അതിന് ശേഷം വീണ്ടും വരാൻ ചാൻസ് ഉണ്ട്. എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല, പക്ഷേ ചാൻസസ് ഉണ്ട്. ഒരു വിശാലമായ വിഷയം, നമുക്ക് കൂടുതൽ സുപരിചിതമായ ഒരു അസുഖം, അത് വരാനുള്ള കാരണങ്ങൾ, അതെങ്ങനെ നമുക്ക് പ്രതിരോധിക്കാം, അതിനുള്ള ചികിത്സകൾ എന്തൊക്കെയാണ്, ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വിശദമായി തന്നെ ഡോക്ടർ നമ്മളോടൊപ്പം പങ്കുവച്ചു. അതായത് ഇന്നത്തെ ആരോഗ്യ ദർശനത്തിൻ്റെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഡോക്ടർ സോന വിജയൻ, അസിസ്റ്റൻറ്റ് പ്രൊഫസർ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജനറൽ സർജറി, നമ്മളോടൊപ്പം പങ്കെടുത്ത സോന ഡോക്ടർക്ക് ഒരുപാട് നന്ദി. അപ്പോൾ അടുത്ത
എപ്പിസോഡിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് മറ്റൊരു ഡോക്ടറുമായിട്ട് കാണാം. നമസ്കാരം. നമസ്കാരം.